ഹായ് ഗൈസ്, ഇന്ന് ഐഷു ബേബിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ രാവിലത്തെ പരിപാടിയൊക്കെ ഏകദേശം ഒതുങ്ങിയപ്പോഴേക്കും നമ്മളൊന്ന് പള്ളിയിൽ പോവുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ രാവിലത്തെ സർപ്രൈസും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഐഷു ബേബി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്ടോ. കിഴക്കമ്പലത്തുള്ള സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലാണ് നമ്മൾ പോയത്. പള്ളി ഒന്ന് പുതുക്കി പണിത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ പള്ളിയിൽ കയറി നന്നായിട്ടൊന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. പിന്നെ ബർത്ത്ഡേയുടെ പരിപാടികളും കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് വൈകിട്ടാണ് കേട്ടോ. ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞ് ഞാൻ കേക്ക് മേടിക്കാൻ വേണ്ടി ഇറങ്ങി. കേക്ക് ഹബ്ബ് പുത്തൻകുരിശ്, അവിടെ നിന്നാണ് നമ്മൾ കേക്ക് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ അന്വേഷിച്ചതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടിയതായിരുന്നു. ഒരു യൂണിക്കോൺ തീമിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കേക്കൊക്കെ കിട്ടിയല്ലോ അല്ലേ? ആൾക്ക് ഇതുപോലുള്ള കേക്ക് അല്ലെങ്കിൽ മധുരമുള്ള ഐറ്റംസ് എല്ലാം വളരെ ഇഷ്ടമുണ്ടോ. നമ്മൾ 2 വയസ്സാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് 2-3 മന്ത്സ് മുമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ചോക്ലേറ്റ്സും അങ്ങനെയുള്ള ഒരു പരിപാടികളും നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് എവിടെ നിന്ന് കിട്ടിയാലും ആരെങ്കിലും വരുമ്പോഴാണെങ്കിലും കസിൻസോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയൊക്കെ ആണെങ്കിലും വരുമ്പോൾ അവരെന്തെങ്കിലും കൊടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ പറയും നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഷു ബേബി കഴിച്ചു തുടങ്ങിയപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ആൾ. പിന്നെ നമ്മളെപ്പോഴും കുട്ടിയുടെ ആരോഗ്യം അല്ലെങ്കിൽ കുട്ടിയുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് കുട്ടി ഇത്തിരി വിഷമിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിച്ച് നമ്മളൊന്നും ചോക്ലേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ മധുരം കൊടുക്കേണ്ട ആവശ്യമില്ല. മാക്സിമം കുട്ടിയുടെ ഹെൽത്ത് നന്നായിരിക്കുക എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസം ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതായത് നമ്മുടെ രാവിലെ നമ്മുടെ സർപ്രൈസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു. പിന്നെ നമ്മളൊരു ചെറിയ കൊച്ചിന് പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ടാറ്റ പോകണം അല്ലെങ്കിൽ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോയി അങ്ങനെ ഇന്ന് മൊത്തത്തിലൊരു ഒരു ബിസി ആയിട്ടുള്ളൊരു ഡേയും ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ദിവസവും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആള് പറയണതെല്ലാം കേൾക്കുന്നത് ഭയങ്കര എനർജറ്റിക് ആണ്. ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഫുള്ള് നടക്കുമായിരുന്നേ. എൻ്റെ ചേച്ചി ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ കൊച്ചിന്റെ 2 വയസ്സിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ചോക്ലേറ്റ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.